ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള കോഴ്സ് നമ്മളെ പെൺകുട്ടികളെ സംബന്ധിച്ച് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വന്നാൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുക? ഹോസ്പിറ്റലാണല്ലോ ചൂസ് ചെയ്ത്, അപ്പൊ അവിടെ നിന്നിട്ട് അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ഇന്റേൺഷിപ്പിലൂടെയാണ് എന്തൊക്കെയാ അവിടെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. എത്രമാത്രം സന്തോഷം നമുക്ക് തരുന്നുണ്ട്? നല്ല സന്തോഷമുണ്ട്. കാരണം അച്ഛന്റെ അമ്മന്റെ സ്ഥാനം വെച്ചാൽ ഞാൻ അവരെ കാണുന്നത്. അപ്പൊ മോളെ എന്നുള്ള ആ ഒരു വിളി അച്ഛന്റെ അമ്മനെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ അവനിക MES കോളേജിൽ BA ഇംഗ്ലീഷ് പഠിച്ചു. നേരെ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. BA ഇംഗ്ലീഷിൽ നിന്നും HA ഞാൻ എത്തുമ്പോൾ എനിക്കിത് പഠിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വന്ന സിലബസ് വന്നപ്പം പഠിക്കാൻ പറ്റുമോ നല്ലോണം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1 month കഴിഞ്ഞപ്പോൾ സിലബസ് മാറ്റി. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നു. ഹോസ്പിറ്റൽ തന്നെ ഉള്ളത് തന്നെയായിരുന്നു. പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, പഠനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും എന്തെങ്കിലും വേറെ ഒരു ഹാപ്പി ആയിട്ട് ഒരുപാട് മൊമെന്റ്സുകൾ നമ്മൾ കിട്ടിയിട്ടില്ലേ ആരോൺ അക്കാദമി? എങ്ങനെയാണ് ആ പ്രോഗ്രാമുകളൊക്കെ റിയലി എൻജോയ് ചെയ്തോ? നന്നായി എൻജോയ് ചെയ്തു. അത് എത്രമാത്രം നമ്മുടെ പഠനത്തിന്റെ സ്ട്രെസ് കുറയ്ക്കാൻ കാരണമായി? നന്നായി സ്ട്രെസ് കുറച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 month ആവുമ്പോൾ തന്നെയാണ് കഹാനി പ്രോഗ്രാമും പിന്നെ ഫ്രഷേഴ്സ് ഡേ ഫസ്റ്റ് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി അല്ലെ? കൂടാതെ തന്നെ ഒരുപാട് നമ്മുടെ വർക്ക്ഷോപ്പുകൾ കിട്ടിയിരുന്നു നിങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ PLS, വൈറ്റൽസ്, ഹോസ്പിറ്റൽ വിസിറ്റ്, അതൊക്കെ എത്രമാത്രം ഗുണമാണ് നമ്മളൊരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കടക്കുമ്പോൾ? വൈറ്റൽസ് ക്ലാസ് മാം എടുത്ത സമയത്ത് അതിലെങ്ങനെയൊക്കെ ഉണ്ടായ ആ ഉപകരണത്തിന്റെ നെയിം കാര്യങ്ങളൊക്കെ മാം ക്ലാസ് എടുക്കുന്നതിലൂടെ അറിയില്ലേ. പോലുള്ള ഇത്രയും നല്ലൊരു ജോബിന് ഇന്റേൺഷിപ്പ് എത്രമാത്രം ഒരു റോൾ വഹിക്കുന്നുണ്ടോ എന്ന് പറയുമോ? ഹോസ്പിറ്റലാണല്ലോ ചൂസ് ചെയ്ത്, അപ്പൊ അവിടെ നിന്നിട്ട് അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ഇന്റേൺഷിപ്പിലൂടെയാണ് എന്തൊക്കെയാ അവിടെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ആ ഒരു ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസിൽ പേഷ്യന്റുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ് അവനേക്കാം. അപ്പൊ ആ പേഷ്യന്റ് ഒരുപാട് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ അപ്രീഷിയേഷൻ തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ അവിടെ ഒരാഴ്ച തന്നെ നിന്ന സമയത്ത് ഐ ഹോസ്പിറ്റലാണ് അപ്ഡേറ്റ് വരുന്നത്. അപ്പോ കണ്ണ് കാണിക്കാൻ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ വരും. ലിഫ്റ്റ് പിന്നെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് അറിയാത്തവരാണ് പലരും അവിടെ വരുന്നത്. അപ്പൊ അവര് വരുന്ന മുതല് അവരവിടെ എത്തിക്കുന്ന വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മോള് അങ്ങോട്ട് കാണിച്ചെന്താണ്ടാണ് അറിയാൻ പറ്റിയത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ട അറിയില്ല, ഞങ്ങൾ ഇങ്ങനെ തിരിയിരുന്നു എന്നൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രമാത്രം സന്തോഷം നമുക്ക് തരുന്നുണ്ട്? നല്ല സന്തോഷമുണ്ട്. കാരണം അച്ഛന്റെ അമ്മന്റെ സ്ഥാനം വെച്ചാൽ ഞാൻ അവരെ കാണുന്നത്. അപ്പൊ മോളെ എന്നുള്ള ആ ഒരു വിളി അച്ഛന്റെ അമ്മനെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വരുന്നുണ്ടാവും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള കോഴ്സ് നമ്മളെ പെൺകുട്ടികളെ സംബന്ധിച്ച് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വന്നാൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുക പെൺകുട്ടികൾക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ? പെൺകുട്ടികളെ വെച്ച് നോക്കുന്ന സമയത്ത് ജോബ് ഇപ്പോഴത്തെ കാലത്ത് നല്ല അവൈലബിൾ ആണ്. സോ അവർക്ക് വർക്ക് ചെയ്യാനും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഹോസ്പിറ്റൽ അധികം നൈറ്റ് ലൈഫാണ് ഉണ്ടാവാറ്. സോ അതും അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. പെട്ടെന്ന് അത് ജോലി കിട്ടാനുള്ള കാര്യത്തിലോ ജോലി പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ? ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളർച്ച ഉണ്ടാവണം, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് സ്കില്ലിനാണ് പ്രയോറിറ്റി കൊടുക്കുക? ഞാൻ കൂടുതലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് തന്നെ പ്രാധാന്യം കൊടുക്കും. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവാണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഈ പഠന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടാവും. ആരാണ് അങ്ങനെ നമ്മൾ പറയാൻ പറ്റുന്ന പ്രത്യേകം എടുത്ത് പറയാൻ പറ്റില്ല, കാരണം എല്ലാ ടീച്ചേഴ്സും അവിടെ ഒരേപോലെ തന്നെയായിരുന്നു. ഷിഖാമിസിനെ തന്നെ എന്താണ് പെട്ടെന്ന് ഷിഖാമിസിന്റെ എന്ത് ക്വാളിറ്റിയാണ് പെട്ടെന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് അവനേക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത്? മിസ് ആയിരുന്നു ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മിസ്സിനെ കണ്ടപ്പോൾ തന്നെ പേടിയായിരുന്നു എല്ലാവർക്കും. മിസ് അങ്ങനെയൊക്കെ സംസാരിച്ചത്. പിന്നെ മിസ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മിസ്സിന്റെ ലൈഫ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. ഓക്കെ, അതില് നമുക്ക് കൂടെ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ടീച്ചറായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് എന്ത് ചെയ്യട്ടെ, ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മുടെ പേഷ്യന്റിന്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ, അതല്ല നമ്മുടെ മൈൻഡിലുള്ളത്. അതുപോലെ ഒരുപാട് പേഷ്യൻസിലേക്ക് എന്ത് ചെയ്യട്ടെ, കെയർ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ അതിലൂടെ ഒരുപാട് ആളുകളെ സന്തോഷിപ്പിക്കാനും അവരെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനം അതിലൂടെ നമുക്ക് കിട്ടും. കൂടാതെ തന്നെ നമ്മുടെ ഫാമിലിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും പറ്റട്ടെ, അവനേക്ക് പറ്റട്ടെ. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.